أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه الحمد لله رب العالمين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ربنا زدنا علما نافعا رزقا طيبا وعملا متقبلا آمين يا رب العالمين اللهم صل على محمد وعلى آل محمد الحمد لله റബ്ബുൽ ആലമീൻ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അപാരമായ തൗഫീഖ് കൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബുൽ ആലമീൻ നമ്മൾ നാലാമത്തെ ദിവസത്തേക്കാണ് ഖുർആനിലെ ജുസ് 2 അവസാനത്തെ ഭാഗമാണ്. സൂറത്തുൽ ബഖറയിലെ 203-ാമത്തെ ആയത്ത് മുതൽ 252-ാമത്തെ ആയത്ത് വരെയാണ് ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. അൽഹംദുലില്ലാ 203-ാമത്തെ ആയത്ത് മുതൽ 252-ാമത്തെ ആയത്ത് വരെ ഉള്ളതില് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്ന കാര്യങ്ങള് അള്ളാഹു സുബ്ഹാനഹു തആലയെ സ്മരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. ഹജ്ജിന് ശേഷം പോലും അള്ളാഹു സുബ്ഹാനഹു തആലയെ സ്മരിക്കണം. നിങ്ങൾ നിങ്ങളെ പിതാക്കളെ സ്മരിക്കുന്നതിന് പോലെ അതിനേക്കാളും ഉപരിയായിട്ട് അള്ളാഹു സുബ്ഹാനഹു തആലയെ നിങ്ങൾ സ്മരിക്കേണ്ടതാണ് എന്നുള്ളതാണ്. നമ്മൾ ഹജ്ജ് കഴിഞ്ഞാൽ ഹജ്ജ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോരുമ്പോൾ പിന്നീട് ആ പോകുമ്പോൾ ഉണ്ടായിരുന്ന തഖ്വ മുഴുവനും നഷ്ടപ്പെട്ട രീതിയിലാണ് പലരും അവിടെ നിന്ന് വരുന്നത് ല്ലേ. അപ്പൊ അങ്ങനെ ആയി പോകരുത്. നമ്മൾ അവിടെയുള്ള വസ്തുക്കൾ വാങ്ങിക്കാനും അവിടുത്തെ സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടാനും വേണ്ടിയിട്ടല്ല നമ്മൾ ഹജ്ജിന്റെ മെയിൻ ഉദ്ദേശം എന്താണ്? തഖ്വ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, തഖ്വയുള്ളവരാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹജ്ജ് ചെയ്യുന്നത്. അത് ഇബാദത്ത് കഴിഞ്ഞു കഴിഞ്ഞാല് ഇബാദത്തിന്റെ കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ദുനിയാവിലേക്ക് മടങ്ങിയിട്ട് ആ കഴിഞ്ഞു പോയത് മുഴുവനും മറന്നു പോകുന്ന രീതിയിലേക്ക് ആയി പോകരുത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത്. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത് മനുഷ്യരുടെ വ്യത്യസ്തമായിട്ടുള്ള രീതികളും മനോഭാവങ്ങള്, അതായത് നല്ല സംസാരിക്കുന്നവര്, സമൂഹത്തിൽ നാശങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവര്, പിന്നെ അള്ളാഹുവിന്റെ ഒരു വശത്താണെങ്കിൽ പൂർണ്ണമായിട്ടും അള്ളാഹുവിന് മാത്രമായി കൊണ്ട് ദുനിയാവ് വേണ്ടാന്ന് വെച്ച് ജീവിക്കുന്നവര്, അങ്ങനെ പലതരത്തിലുള്ള വ്യത്യസ്തരായ ആളുകളാണ് ഭൂമിയിലുള്ളത്. അതുകൊണ്ട് തന്നെ സമ്പൂർണ്ണമായിട്ട് ഇസ്ലാമിൽ പ്രവേശിച്ചു കൊണ്ടായിരിക്കണം നിങ്ങൾ ജീവിക്കുന്നത് എന്നാണ്. അതല്ലാതെ ഇസ്ലാമിനെ ഒരു 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 ഓരത്ത് നിന്ന് കാണുന്നവരെ പോലെയാകുകയോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ ദീനിന്റെ കാര്യങ്ങൾ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ കൂടിക്കഴിഞ്ഞാൽ അവരുടെ പോലെ ആവുകയും ദീനില്ലാത്തവരുടെ കൂട്ടത്തിൽ കൂടിക്കഴിഞ്ഞാൽ അത് അവരെ പോലെ ആവുകയും ചെയ്യുന്ന ഒരു ശൈത്താനിയത്തിന്റെ പണി നമ്മൾ ചെയ്യരുത് എന്നുള്ളതാണ്. നമ്മൾ ശരിയായ രീതിയിൽ ദീനിൽ പ്രോപ്പറായിട്ട് നമ്മൾ നിലകൊള്ളണം എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതിനുശേഷം പ്രവാചകരുടെ ദൗത്യവും അവർക്കുണ്ടായ പരീക്ഷണങ്ങളുമാണ്. നബിമാരെല്ലാവരും പരീക്ഷണങ്ങളിലൂടെ കടന്നു വന്നവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു പരീക്ഷണം വരുമ്പോൾ നമ്മൾ മാത്രമാണ് പരീക്ഷണത്തിൽ അകപ്പെട്ടതെന്ന് വിചാരിക്കരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ മനുഷ്യർക്കും വെച്ചിട്ടുള്ള വിഭവ നഷ്ടം കൊണ്ടും മരണം കൊണ്ടും അസുഖങ്ങൾ കൊണ്ടും പരീക്ഷണങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലെ എല്ലാ മനുഷ്യർക്കും വെച്ചിട്ടുള്ളതാണ്. അതിൽ ഒരു സമയത്ത് നമ്മളെയാണ് അത് ബാധിച്ചതെന്നുണ്ടെങ്കിൽ മറ്റൊരു സമയത്ത് വേറൊരാളെയായിരിക്കും ബാധിക്കുന്നത്. അത് നടന്നുകൊണ്ടേയിരിക്കും ദുനിയാവിലെ എന്നുള്ളതാണ്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ദാനം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന്, ആർക്ക് വേണ്ടിയിട്ടാണ്, എപ്പോഴാണ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. അതോട് കൂടിയിട്ട് ദാനം ചെയ്യുന്നതോട് കൂടിയിട്ട് ഈമാന് കൂടുകയും ജിഹാദിനോടും ആണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ ബന്ധിപ്പിച്ചിട്ടുള്ളത്. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചൂതാട്ടവും അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ നിന്ന് പരിപൂർണമായി തുടച്ചു നീക്കാൻ കൽപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് അതിലേക്ക് നമ്മൾ മടങ്ങാൻ പാടില്ല. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിവാഹത്തിനെ കുറിച്ചിട്ടും ഈമാനെ കുറിച്ചിട്ടും വിവാഹവും ശാരീരികമായിട്ടുള്ള നമ്മുടെ ഇച്ഛയെ നമ്മൾ കടിഞ്ഞാണിടുകയും അതിൽ നിന്ന് നമ്മുടെ മോചനം തേടുകയും ചെയ്യുകയാണ് വിവാഹത്തിലൂടെ സംഭവിക്കുന്നത്. അതിലൂടെ നമുക്ക് ഈമാന് വർദ്ധിപ്പിക്കാനും വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ നൽകിയത് എന്നുള്ളതാണ്. ദീനിന്റെ സുരക്ഷയാണ് അത്. നമ്മള് സിനയിലേക്ക് പോകാതിരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ പ്രൊട്ടക്ഷൻ ആണ് വിവാഹം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ഈമാന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹമാണ്. സ്ത്രീകളെ നൽകിയ മറ്റൊരു ദർശനങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നീട് പറയുന്നത്. നമുക്കുള്ള ഹൈല് അതുപോലത്തെ കാര്യങ്ങള്, അദബുകള് ഒക്കെ പറഞ്ഞിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ അവസാനിപ്പിക്കുന്നത്. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നാമം ഒരാളും ദുരുപയോഗം ചെയ്യരുത് എന്നാണ് പറയുന്നത്. അള്ളാഹുവിന്റെ പേരില് നന്മയെ തടഞ്ഞു വെക്കരുത്. അതുപോലെ തന്നെ ഉദ്ദേശത്തിന് എന്താണോ നന്മയുള്ള ഉദ്ദേശങ്ങളാണെങ്കിൽ നമ്മള് സത്യത്തിൽ നിന്ന് നമുക്ക് മാറിപ്പോകുക. അതായത് നമ്മൾ അറിയാതെ ചെയ്ത സത്യത്തിന്റെ പേരിൽ നമുക്ക് ഒരു നല്ല കാര്യമുണ്ടെങ്കിൽ ആ നല്ല കാര്യത്തെ വേണ്ടാന്ന് വെക്കേണ്ട കാര്യമില്ല. നമുക്ക്
തിരിച്ചു മടങ്ങാവുന്നതാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ കുടുംബജീവിതത്തിലെ നിയമങ്ങളെ കുറിച്ചാണ്. അതായത് ഇദ്ദ, തലാഖ്, പിന്നെ കുഞ്ഞിന് പാല് കൊടുക്കല്, അതുപോലെ തന്നെ സ്ത്രീകൾക്കുള്ള മാന്യതകള് ഉറപ്പുവരുത്തല്, അതുപോലെ തന്നെ തഖ്വ എന്ന് പറയുന്നത്, അത് കുടുംബ ബന്ധങ്ങളിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തഖ്വ പാലിക്കുന്നവരായിക്കൊണ്ട് നമ്മള് അതിൽ വിട്ടുവീഴ്ചകൾ ചെയ്യണം എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ വഴിയാണ് ഏറ്റവും നല്ല വഴി. അത് നമുക്ക് വിശ്വാസവും അതുപോലെ തന്നെ ധൈര്യവും നൽകും എന്നുള്ളതാണ്. താലൂത്ത്, ജാലൂത്ത് എന്നിവരുടെ ആ ഈമാന്റെ ആ ഒരു കഥയിലൂടെ നമുക്ക് ഈമാനിലൂടെ നൽകിയ വിജയമാണ് അല്ലെ. വെള്ളം കുടിക്കരുത് എന്ന് പറഞ്ഞിട്ടും വെള്ളം കുടിക്കുകയും പിന്നീട് അവരുടെ ശക്തി ക്ഷയിക്കുകയും ചെയ്ത ഒരു അവസ്ഥ അള്ളാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു തന്നത് ഈമാനുള്ളവർ മാത്രമേ എന്താവുള്ളൂ, ഉയർന്നു വരികയുള്ളൂ, അല്ലാത്തവര് തളർന്നു പോകും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ദാവൂദ് അലൈഹി ഇസ്ലാമിന് അധികാരം നൽകിയത്, വിജയം എന്ന് പറയുന്നത് എണ്ണത്തിലല്ല അള്ളാഹുവിന്റെ സഹായത്തിലാണ് എന്നുള്ളതും, മരണഭയം കൊണ്ട് ഓടിപ്പോയ സമൂഹത്തിന്റെ കഥ പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുന്നു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ റബ്ബിൽ ആലമീൻ. ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഇസ്ലാം എന്ന് പറയുന്നത് സമ്പൂർണമായ ഒരു ജീവിത മാർഗമാണ് എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്, ദുനിയാവിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങള് നമ്മൾ ദീനിന്റെ കാര്യങ്ങളിൽ നിന്ന് എടുക്കുകയും മറ്റു കാര്യങ്ങൾ ദീനിൽ നിന്ന് നമ്മൾ ഒഴിവാക്കി കളയുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിത വ്യവസ്ഥ മാറിപ്പോകാൻ പാടില്ല. പരിപൂർണമായിട്ട് സമ്പൂർണമായിട്ട് നമ്മൾ ദീനിലേക്ക് മുഴുകണം എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 203 ആയത്ത് മുതലാണ് ഇൻഷാ അല്ലാഹ്. അൽ ബഖറ. എണ്ണപ്പെട്ട ദിവസങ്ങളിൽ നിങ്ങൾ അള്ളാഹുവെ സ്മരിക്കുക. അവയിൽ 2 ദിവസം കൊണ്ട് മതിയാക്കി ആരെങ്കിലും ദ്രവിപ്പെട്ടു പോരുന്ന പക്ഷം അവന് കുറ്റമില്ല. ഒരു ദിവസം കൂടി താമസിച്ചു പോരുന്നവനും കുറ്റമില്ല. സൂക്ഷ്മത പാലിക്കുന്നവന് അതാണ് ഉത്തമം. നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുകയും അവങ്കിലേക്ക് നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുമെന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. ചില ആളുകളുണ്ട്, ഐഹിക ജീവിത കാര്യത്തിൽ അവരുടെ സംസാരം നിനക്ക് കൗതുകം തോന്നിക്കും. അവരുടെ ഹൃദയശുദ്ധിക്ക് അവർ അള്ളാഹുവെ സാക്ഷി നിർത്തുകയും ചെയ്യും. വാസ്തവത്തിൽ അവർ സത്യത്തിന്റെ കഠിന വൈരികളത്രേ. അവർ തിരിച്ചുപോയാൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാനും വിള നശിപ്പിക്കാനും ഈ ജീവൻ എടുക്കാനുമായിരിക്കും ശ്രമിക്കുക. നശീകരണം അള്ളാഹു ഇഷ്ടപ്പെടുന്നതല്ല. അള്ളാഹുവെ സൂക്ഷിക്കുക എന്ന് അവരോട് ആരെങ്കിലും പറഞ്ഞാൽ ദുരഭിമാനം അവരെ പാപത്തിൽ നിന്ന് പിടിച്ചു നിർത്തുന്നു. അവർക്ക് നരകം തന്നെ മതി. അത് എത്ര മോശമായ മെത്ത. വേറെ ചില ആളുകളുണ്ട്, അള്ളാഹുവിന്റെ പൊരുത്തം തേടിക്കൊണ്ട് സ്വന്തം ജീവിതം തന്നെ അവർ വിൽക്കുന്നു. അള്ളാഹു തന്റെ ദാസന്മാരോട് അത്യധികം ദയുള്ളവനാകുന്നു. സത്യവിശ്വാസികളെ, നിങ്ങൾ പരിപൂർണമായി കീഴ്വഴക്കത്തിൽ പ്രവേശിക്കുക. പിശാചിന്റെ കാലടികളെ നിങ്ങൾ പിന്തുടരാതിരിക്കുകയും ചെയ്യുക. തീർച്ചയായും അവൻ നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാകുന്നു. നിങ്ങൾക്ക് വ്യക്തമായ തെളിവുകൾ വന്നു കിട്ടിയതിനു ശേഷവും നിങ്ങൾ വഴുതി പോവുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, അള്ളാഹു പ്രതാപിയും യുക്തിമാനുമാണെന്ന്. മേഖലാപ്പിൽ അള്ളാഹുവും മലക്കുകളും അവരുടെ അടുത്ത് വരികയും കാര്യം തീരുമാനിക്കപ്പെടുകയും ചെയ്യുന്നത് മാത്രമാണോ അവർ കാത്തിരിക്കുന്നത്? എന്നാൽ കാര്യങ്ങളെല്ലാം അള്ളാഹുവിലേക്കാകുന്നു മടക്കപ്പെടുന്നത്. ഇസ്രായേലിയരോട് നീ ചോദിച്ചു നോക്ക്, വ്യക്തമായ എത്ര ദൃഷ്ടാന്തമാണ് നാം അവർക്ക് നൽകിയിട്ടുള്ളതെന്ന്. തനിക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹം വന്നു കിട്ടിയതിനു ശേഷം വല്ലവനും അതിന് വിപരീതം പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാകുന്നു. സത്യനിഷേധികൾക്ക് ഐഹിക ജീവിതം അലങ്കൃതമായി തോന്നിയിരിക്കുന്നു. സത്യവിശ്വാസികളെ അവർ പരിഹസിക്കുകയും ചെയ്യുന്നു. എന്നാൽ സൂക്ഷ്മത പാലിച്ചവർക്കായിരിക്കും ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അവരെക്കാൾ ഉത്തമന്മാർ. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കണക്ക് നോക്കാതെ തന്നെ നൽകുന്നവനാകുന്നു. മനുഷ്യർ ഒരൊറ്റ സമുദായമായിരുന്നു. അനന്തരം അവർ ഭിന്നിച്ചപ്പോൾ വിശ്വാസികൾക്ക് സന്തോഷവാർത്ത അറിയിക്കുവാനും നിഷേധികൾക്ക് താക്കീത് നൽകുവാനുമായി അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ചു. അവർ ജനങ്ങൾ ഭിന്നിച്ച വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കുവാനായി അവരുടെ കൂടെ സത്യവേദവും അവൻ അയച്ചു കൊടുത്തു. എന്നാൽ വേദം നൽകപ്പെട്ടവർ തന്നെ വ്യക്തമായ തെളിവുകൾ വന്നു കിട്ടിയതിനു ശേഷം അതിൽ വേദവിഷയത്തിൽ ഭിന്നിച്ചിട്ടുള്ളത് അവർ തമ്മിലുള്ള മാത്സര്യം മൂലമല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല. എന്നാൽ ഏതൊരു സത്യത്തിൽ നിന്ന് അവർ ഭിന്നിച്ചു കടന്നുവോ ആ സത്യത്തിലേക്ക് അള്ളാഹു തന്റെ താല്പര്യപ്രകാരം സത്യവിശ്വാസികൾക്ക് വഴി കാണിച്ചു. താൻ ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു ശരിയായ പാതയിലേക്ക് നയിക്കുന്നു. അല്ല, നിങ്ങൾക്കുണ്ട് മുമ്പ് കഴിഞ്ഞു പോയവർ വിശ്വാസികൾക്കുണ്ടായിരുന്നത് പോലെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അള്ളാഹുന്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞു പോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അള്ളാഹുന്റെ സഹായം അടുത്തു തന്നെയുണ്ട്. നബിയെ, അവർ നിന്നോട് ചോദിക്കുന്നു അവരെന്താണ് ചെലവഴിക്കേണ്ടതെന്ന്. നീ പറയുക, നിങ്ങൾ നല്ലതെന്ത് ചെലവഴിക്കുകയാണെങ്കിലും മാതാപിതാക്കൾക്കും അവരുടെ അടുത്ത ബന്ധുക്കൾക്കും അനാഥകൾക്കും അഗതികൾക്കും വഴിപോക്കന്മാർക്കും വേണ്ടിയാണ് അത് ചെയ്യേണ്ടത്. നല്ലതെന്ത് നിങ്ങൾ ചെയ്യുകയാണെങ്കിലും തീർച്ചയായും അള്ളാഹു അതറിയുന്നവനാകുന്നു.
യുദ്ധം ചെയ്യാൻ നിങ്ങൾക്കിതാ നിർബന്ധ കൽപ്പന നൽകപ്പെട്ടിരിക്കുന്നു, അതാകട്ടെ നിങ്ങൾക്ക് അനിഷ്ടകരവുമാകുന്നു. എന്നാൽ ഒരു കാര്യം നിങ്ങൾ വെറുക്കുകയും യഥാർത്ഥത്തിൽ അത് നിങ്ങൾക്ക് ഗുണകരമാവുകയും ചെയ്യാം. നിങ്ങൾ ഒരു കാര്യം ഇഷ്ടപ്പെടുകയും യഥാർത്ഥത്തിൽ നിങ്ങൾക്കത് ദോഷകരമായിരിക്കുകയും ചെയ്തെന്നും വരാം. അള്ളാഹു അറിയുന്നു, നിങ്ങൾ അറിയുന്നില്ല. വിലക്കപ്പെട്ട മാസത്തിൽ യുദ്ധം ചെയ്യുന്നതിനെ പറ്റി അവർ നിന്നോട് ചോദിക്കുന്നു. പറയുക, ആ മാസം യുദ്ധം ചെയ്യുന്നത് വലിയ അപരാധം തന്നെയാകുന്നു. എന്നാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുന്നതും അവനിൽ അവിശ്വസിക്കുന്നതും മസ്ജിദുൽ ഹറമിൽ നിന്നും ജനങ്ങളെ തടയുന്നതും അതിന്റെ അവകാശികളെ അവിടെ നിന്ന് പുറത്താക്കുന്നതും അള്ളാഹുവിന്റെ അടുക്കൽ കൂടുതൽ ഗൗരവമുള്ളതാകുന്നു. കുഴപ്പം കൊലയേക്കാൾ ഗുരുതരമാകുന്നു. അവർക്ക് സാധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മതത്തിൽ നിന്ന് നിങ്ങളെ പിന്തിരിപ്പിക്കുന്നത് വരെ അവർ നിങ്ങളോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങളിൽ നിന്ന് ആരെങ്കിലും തന്റെ മതത്തിന്റെ നിന്ന് പിന്മാറി സത്യനിഷേധിയായിക്കൊണ്ട് മരണപ്പെടുന്ന പക്ഷം അത്തരക്കാരുടെ കർമ്മങ്ങൾ ഇഹത്തിലും പരത്തിലും നിഷ്ഫലമായി തീരുന്നതാണ്. അവരാകുന്നു നരകാവകാശികൾ, അവരതിൽ നിത്യവാസികളായിരിക്കും. വിശ്വസിക്കുകയും സ്വദേശം വെടിയുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിൽ ഏർപ്പെടുകയും ചെയ്തവരാരോ അവർ അള്ളാഹുവിന്റെ കാരുണ്യം പ്രതീക്ഷിക്കുന്നവരാകുന്നു. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമത്രേ. നബിയെ, നിന്നോട് അവർ മദ്യത്തെയും ചൂതാട്ടത്തെയും പറ്റി ചോദിക്കുന്നു. പറയുക, അവ രണ്ടിലും ഗുരുതരമായ പാപമുണ്ട്, ജനങ്ങൾക്ക് ചില പ്രയോജനങ്ങളുമുണ്ട്. എന്നാൽ അവയിലെ പാപത്തിന്റെ അംശമാണ് പ്രയോജനത്തിന്റെ അംശത്തേക്കാൾ വലുത്. എന്തൊന്നാണ് അവർ ചെലവ് ചെയ്യേണ്ടതെന്ന് അവർ നിന്നോട് ചോദിക്കുന്നു. നീ പറയുക, അത്യാവശ്യം കഴിച്ച് മിച്ചമുള്ളത്. അങ്ങനെ ഇഹപര ജീവിതത്തെ പറ്റി നിങ്ങൾ ചിന്തിക്കുവാൻ വേണ്ടി അള്ളാഹു നിങ്ങൾക്ക് തെളിവുകൾ വിവരിച്ചു തരുന്നു. അനാഥകളെ പറ്റിയും അവർ നിന്നോട് ചോദിക്കുന്നു. പറയുക, അവർക്ക് നന്മ വരുത്തുന്നത് എന്തും നല്ലതാകുന്നു. അവരോടൊപ്പം നിങ്ങൾ കൂട്ടുജീവിതം നയിക്കുകയാണെങ്കിൽ അതിൽ തെറ്റില്ല. അവർ നിങ്ങളുടെ സഹോദരങ്ങളാണല്ലോ. നാശമുണ്ടാക്കുന്നവനെയും നന്മ വരുത്തുന്നവനെയും അള്ളാഹു തിരിച്ചറിയുന്നതാണ്. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവൻ നിങ്ങൾക്ക് ക്ലേശമുണ്ടാക്കുമായിരുന്നു. തീർച്ചയായും അള്ളാഹു പ്രതാപശാലിയും യുക്തിമാനുമാകുന്നു. ബഹുദൈവ വിശ്വാസികളെ, അവർ വിശ്വസിക്കുന്നതുവരെ നിങ്ങൾ വിവാഹം കഴിക്കരുത്. സത്യവിശ്വാസിനിയായ ഒരു അടിമ സ്ത്രീയാണ് ബഹുദൈവ വിശ്വാസിനിയേക്കാൾ നല്ലത്. അവൾ നിങ്ങൾക്ക് കൗതുകം ജനിപ്പിച്ചാലും ശരി. ബഹുദൈവ വിശ്വാസികൾക്ക് അവർ വിശ്വസിക്കുന്നത് വരെ നിങ്ങൾ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുകയും ചെയ്യരുത്. സത്യവിശ്വാസിയായ ഒരു അടിമയാണ് ബഹുദൈവ വിശ്വാസിയേക്കാൾ നല്ലത്. അവൻ നിങ്ങൾക്ക് കൗതുകം ജനിപ്പിച്ചാലും ശരി. അക്കൂട്ടർ നരകത്തിലേക്കാണ് ക്ഷണിക്കുന്നത്. അള്ളാഹു ആകട്ടെ തന്റെ വിഹിതമനുസരിച്ച് സ്വർഗത്തിലേക്കും പാപമോചനത്തിലേക്കും ക്ഷണിക്കുന്നു. ജനങ്ങൾ ശ്രദ്ധിച്ചു മനസ്സിലാക്കുവാൻ വേണ്ടി തന്റെ തെളിവുകൾ അവർക്ക് വിവരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ആർത്തവത്തെ പറ്റി അവർ നിന്നോട് ചോദിക്കുന്നു. പറയുക, അതൊരു മാലിന്യമാകുന്നു. അതിനാൽ ആർത്തവഘട്ടത്തിൽ നിങ്ങൾ സ്ത്രീകളിൽ നിന്ന് അകന്നു നിൽക്കേണ്ടതാണ്. അവർ ശുദ്ധിയാകുന്നവരെ അവരെ സമീപിക്കുവാൻ പാടില്ല. എന്നാൽ അവർ ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ച വിധത്തിൽ നിങ്ങൾ അവരുടെ അടുത്ത് ചെന്നുകൊള്ളുക. തീർച്ചയായും അള്ളാഹു പശ്ചാത്തപിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു, ശുചിത്വം പാലിക്കുന്നവരെയും ഇഷ്ടപ്പെടുന്നു. നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ കൃഷിയിടമാകുന്നു. അതിനാൽ നിങ്ങൾ ഇച്ഛിക്കും വിധം നിങ്ങൾ കൃഷിയിടത്തിൽ ചെല്ലാവുന്നതാണ്. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടത് നിങ്ങൾ മുൻകൂട്ടി ചെയ്തു വെക്കേണ്ടതുമാണ്. നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുകയും അവനുമായി നിങ്ങൾ കണ്ടുമുട്ടേണ്ടതുണ്ടെന്ന് അറിഞ്ഞിരിക്കുകയും ചെയ്യുക. സത്യവിശ്വാസികൾക്ക് നീ സന്തോഷ വാർത്ത അറിയിക്കുക. അള്ളാഹുവെ, അവന്റെ പേരിൽ നിങ്ങൾ ശപഥം ചെയ്തു പോയി എന്ന കാരണത്താൽ നന്മ ചെയ്യുന്നതിനോ ധർമ്മം പാലിക്കുന്നതിനോ ജനങ്ങൾക്കിടയിൽ രഞ്ജിപ്പ് ഉണ്ടാക്കുന്നതിനോ നിങ്ങൾ ഒരു തടസ്സമാക്കി വരുത്തരുത്. അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. ബോധപൂർവമല്ലാതെ വെറുതെ പറഞ്ഞു പോകുന്ന ശബ്ദവാക്കുകൾ മൂലം അള്ളാഹു നിങ്ങളെ പിടികൂടുന്നതല്ല. പക്ഷേ നിങ്ങൾ മനസ്സറിഞ്ഞ് പ്രവർത്തിച്ചതിന്റെ പേരിൽ അള്ളാഹു നിങ്ങളെ പിടികൂടുന്നതാണ്. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും സഹനശീലനുമാകുന്നു. തങ്ങളുടെ ഭാര്യമാരുമായി ബന്ധപ്പെടുകയില്ലെന്ന് ശപഥം ചെയ്ത് അകന്നു നിൽക്കുന്നവർക്ക് അന്തിമ തീരുമാനത്തിന് 4 മാസം വരെ കാത്തിരിക്കാവുന്നതാണ്. അതിനിടയിൽ അവർ ശപഥം വിട്ട് ദാമ്പത്യത്തിലേക്ക് മടങ്ങുകയാണെങ്കിൽ അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയും അത്രേ. ഇനി അവർ വിവാഹമോചനം ചെയ്യാൻ തന്നെ നിശ്ചയപ്പെടുത്തുകയാണെങ്കിലോ അള്ളാഹു എല്ലാം കേൾക്കുകയും അറിയുകയും ചെയ്യുന്നവനാണല്ലോ. വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീകൾ തങ്ങളുടെ സ്വന്തം കാര്യത്തിൽ 3 മാസമുറകൾ കഴിയുന്നതുവരെ കാത്തിരിക്കേണ്ടതാണ്. അവർ അള്ളാഹുലും അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ തങ്ങളുടെ ഗർഭാശയങ്ങളിൽ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളതിനെ അവർ ഒളിച്ചു വെക്കാൻ പാടുള്ളതല്ല. അതിനകം പ്രസ്തുത അവധിക്കകം അവരെ തിരിച്ചെടുക്കാൻ അവരുടെ ഭർത്താക്കന്മാർ ഏറ്റവും അർഹതയുള്ളവരാകുന്നു. അവർ ഭർത്താക്കന്മാർ നിലപാട് നന്നാക്കി തീർക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ. സ്ത്രീകൾക്ക് ഭർത്താക്കന്മാരോട് ബാധ്യതകൾ ഉള്ളതുപോലെ തന്നെ ന്യായപ്രകാരം അവർക്ക് അവകാശങ്ങൾ കിട്ടേണ്ടതുമുണ്ട്. എന്നാൽ പുരുഷന്മാർക്ക് അവരെക്കാൾ ഉപരി ഒരു പദവിയുണ്ട്. അള്ളാഹു പ്രതാപശാലിയും യുക്തിമാനുമാകുന്നു. മടക്കിയെടുക്കാൻ അനുമതിയുള്ള വിവാഹമോചനം 2 പ്രാവശ്യം മാത്രമാകുന്നു. പിന്നെ ഒന്നുകിൽ മര്യാദയനുസരിച്ച് കൂടെ നിർത്തുകയോ അല്ലെങ്കിൽ നല്ല നിലയിൽ പിരിച്ചയക്കുകയോ ആണ് വേണ്ടത്. നിങ്ങൾ അവർക്ക് ഭാര്യമാർക്ക് നൽകിയിട്ടുള്ളതിൽ നിന്ന് യാതൊന്നും തിരിച്ചു വാങ്ങാൻ നിങ്ങൾക്ക് അനുവാദമില്ല. അവർ ഇരുവർക്കും അള്ളാഹുവിന്റെ നിയമപരിധികൾ
പാലിച്ചു പോരാൻ കഴിയില്ലെന്ന് ആശങ്ക തോന്നുന്നുവെങ്കിലല്ലാതെ, അങ്ങനെ അവർക്ക് ദമ്പതികൾക്ക് അള്ളാഹുവിന്റെ നിയമപരിധികൾ പാലിക്കുവാൻ കഴിയില്ലെന്ന് നിങ്ങൾക്ക് ഉത്കണ്ഠ തോന്നുകയാണെങ്കിൽ അവൾ വല്ലതും വിട്ടുകൊടുത്തുകൊണ്ട് സ്വയം മോചനം തേടുന്നതിൽ അവർ ഇരുവർക്കും കുറ്റമില്ല. അള്ളാഹുവിന്റെ നിയമപരിധികളാ അതിനാൽ അവയെ നിങ്ങൾ ലംഘിക്കരുത്. അള്ളാഹുവിന്റെ നിയമപരിധികൾ ആർ ലംഘിക്കുന്നുവോ അവർ തന്നെയാകുന്നു അക്രമികൾ. ഇനി മൂന്നാമതും അവൻ അവളെ വിവാഹമോചനം ചെയ്യുകയാണെങ്കിൽ അതിനുശേഷം അവളുമായി ബന്ധപ്പെടൽ അവന് അനുവദനീയമാവില്ല, അവൾ മറ്റൊരു ഭർത്താവിനെ സ്വീകരിക്കുന്നത് വരേക്കും. എന്നിട്ട് അവൻ പുതിയ ഭർത്താവ് അവളെ വിവാഹമോചനം ചെയ്യുകയാണെങ്കിൽ ദാമ്പത്യത്തിലേക്ക് തിരിച്ചു പോകുന്നതിൽ അവരിരുവർക്കും കുറ്റമില്ല, അള്ളാഹുവിന്റെ നിയമപരിധികൾ പാലിക്കാമെന്ന് അവരിരുവരും വിചാരിക്കുന്നുണ്ടെങ്കിൽ. അള്ളാഹുവിന്റെ നിയമപരിധികൾ എത്രയാവ മനസ്സിലാക്കുന്ന ആളുകൾക്ക് വേണ്ടി അള്ളാഹു അത് വിവരിച്ചു തരുന്നു. നിങ്ങൾ സ്ത്രീകളെ വിവാഹമോചനം ചെയ്തിട്ട് അവരുടെ അവധി പ്രാപിച്ചാൽ ഒന്നുകിൽ നിങ്ങൾ അവരെ മര്യാദയനുസരിച്ച് കൂടെ നിർത്തുകയോ അല്ലെങ്കിൽ മര്യാദയനുസരിച്ച് തന്നെ പിരിച്ചയക്കുകയാണ് വേണ്ടത്. ദ്രോഹിക്കുവാൻ വേണ്ടി അന്യായമായി നിങ്ങൾ അവരെ പിടിച്ചു നിർത്തരുത്. അപ്രകാരം വല്ലവനും പ്രവർത്തിക്കുന്ന പക്ഷം അവൻ തനിക്ക് തന്നെയാണ് ദ്രോഹം വരുത്തി വെക്കുന്നത്. അള്ളാഹുവിന്റെ തെളിവുകൾ നിങ്ങൾ തമാശയാക്കി കളയരുത്. അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹം നിങ്ങൾ ഓർക്കുക. നിങ്ങൾക്ക് സാരോപദേശം നൽകിക്കൊണ്ട് അവൻ അവതരിപ്പിച്ച വേദവും വിജ്ഞാനവും ഓർക്കുക. അള്ളാഹുവെ നിങ്ങൾ സൂക്ഷിക്കുക. അള്ളാഹു എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. നിങ്ങൾ സ്ത്രീകളെ വിവാഹമോചനം ചെയ്തിട്ട് അവരുടെ അവധി പ്രാപിച്ചാൽ അവർ തങ്ങളുടെ ഭർത്താക്കന്മാരുമായി വിവാഹത്തിൽ ഏർപ്പെടുന്നതിൽ നിങ്ങൾ തടസ്സമുണ്ടാക്കരുത്. മര്യാദയനുസരിച്ച് അവർ അന്യോന്യം തൃപ്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്ന് അള്ളാഹുലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർക്കുള്ള ഉപദേശമാണത്. അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഗുണകരവും സംശുദ്ധവുമായിട്ടുള്ളത്. അള്ളാഹു അറിയുന്നു, നിങ്ങൾ അറിയുന്നില്ല. മാതാക്കൾ തങ്ങളുടെ സന്താനങ്ങൾക്ക് പൂർണ്ണമായും 2 കൊല്ലം മുല കൊടുക്കേണ്ടതാണ്. കുട്ടിയുടെ മുല കൂടി പൂർണ്ണമാക്കണം എന്ന് ഉദ്ദേശിക്കുന്നവർക്കത്രേ ഇത്. അവർക്ക് മുല കൊടുക്കുന്ന മാതാക്കൾക്ക് മര്യാദയനുസരിച്ച് ഭക്ഷണവും വസ്ത്രവും നൽകേണ്ടത് കുട്ടിയുടെ പിതാവിന്റെ ബാധ്യതയാകുന്നു. എന്നാൽ ഒരാളെയും അയാളുടെ കഴിവിലുപരി നൽകാൻ നിർബന്ധിക്കരുത്. ഒരു മാതാവും തന്റെ കുട്ടിയുടെ പേരിൽ ദ്രോഹിക്കപ്പെടാൻ ഇടയാകരുത്. അതുപോലെ തന്നെ സ്വന്തം കുട്ടിയുടെ പേരിൽ ഒരു പിതാവും ദ്രോഹം നേരിടരുത്. പിതാവിന്റെ അഭാവത്തിൽ അയാളുടെ അവകാശികൾക്കും കുട്ടിയുടെ കാര്യത്തിൽ അതുപോലെ തന്നെ ബാധ്യതയാണുള്ളത്. ഇനി അവർ ഇരുവരും തമ്മിൽ കൂടിയാലോചിച്ച് തൃപ്തിപ്പെട്ടുകൊണ്ട് കുട്ടിയുടെ മുല കൂടി നിർത്താൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവർ ഇരുവർക്കും കുറ്റമില്ല. ഇനി നിങ്ങളുടെ കുട്ടികൾക്ക് മറ്റാരെക്കൊണ്ടെങ്കിലും മുല കൊടുപ്പിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനും നിങ്ങൾക്ക് കുറ്റമില്ല. ആ പോറ്റമ്മമാർക്ക് നിങ്ങൾ നൽകേണ്ടത് മര്യാദയനുസരിച്ച് കൊടുത്തു തീർക്കുകയാണെങ്കിൽ. നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുകയും നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം അള്ളാഹു കണ്ടറിയുന്നുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. നിങ്ങളിൽ ആരെങ്കിലും തങ്ങളുടെ ഭാര്യമാരെ വിട്ടേച്ചുകൊണ്ട് മരണപ്പെടുകയാണെങ്കിൽ അവർ ഭാര്യമാർ തങ്ങളുടെ കാര്യത്തിൽ 4 മാസവും 10 ദിവസവും കാത്തിരിക്കേണ്ടതാണ്. എന്നിട്ട് അവരുടെ ആ അവധി എത്തിയാൽ തങ്ങളുടെ കാര്യത്തിൽ അവർ മര്യാദ അനുസരിച്ച് പ്രവർത്തിക്കുന്നതിൽ നിങ്ങൾക്ക് കുറ്റമൊന്നുമില്ല. നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നുണ്ട്. ഇദ്ദയുടെ ഘട്ടത്തിൽ ആ സ്ത്രീകളുടെ വിവാഹാലോചന നിങ്ങൾ വ്യാഖ്യമായി സൂചിപ്പിക്കുകയോ മനസ്സിൽ സൂക്ഷിക്കുകയോ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് കുറ്റമില്ല. അവരെ നിങ്ങൾ ഓർത്തേക്കുമെന്ന് അള്ളാഹുവിനറിയാം. പക്ഷെ നിങ്ങൾ അവരോട് മര്യാദയുള്ള ഒരു നല്ല വാക്കും പറയുക എന്നതല്ലാതെ രഹസ്യമായി അവരോട് യാതൊരു നിശ്ചയം ചെയ്തു പോകരുത്. നിയമപ്രകാരമുള്ള അവധി യുദ്ധ പൂർത്തിയാകുന്നതുവരെ വിവാഹമുക്തകളുമായി വിവാഹബന്ധം സ്ഥാപിക്കാൻ നിങ്ങൾ തീരുമാനമെടുക്കരുത്. നിങ്ങളുടെ മനസ്സിലുള്ളത് അള്ളാഹു അറിയുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും അവനെ നിങ്ങൾ ഭയപ്പെടുകയും ചെയ്യുക. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും സഹനശീലനുമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഭാര്യമാരെ സ്പർശിക്കുകയോ അവരുടെ വിവാഹമൂലം നിശ്ചയിക്കുകയോ ചെയ്യുന്നതിന് മുമ്പായി നിങ്ങൾ അവരുമായുള്ള ബന്ധം വേർപ്പെടുത്തിയാൽ മഹർ നൽകാത്തതിന്റെ പേരിൽ നിങ്ങൾക്ക് കുറ്റമില്ല. എന്നാൽ അവർക്ക് നിങ്ങൾ മര്യാദയനുസരിച്ച് വിവാഹ ജീവിത വിവാഹമായി എന്തെങ്കിലും നൽകേണ്ടതാണ്. മറ്റുള്ളവർ തന്റെ കഴിവനുസരിച്ചും ഞെരുക്കമുള്ളവർ തന്റെ സ്ഥിതിയനുസരിച്ചും ഞെരുക്കമുള്ളവൻ തന്റെ സ്ഥിതിക്കനുസരിച്ചും സദ്വൃത്തരായ ആളുകൾക്ക് ഇതൊരു ബാധ്യതയത്രേ. ഇനി നിങ്ങൾ അവരെ സ്പർശിക്കുന്നതിന് മുമ്പ് തന്നെ വിവാഹബന്ധം വേർപ്പെടുത്തുകയും അവരുടെ വിവാഹമൂല്യം നിങ്ങൾ നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുകയും ആണെങ്കിൽ നിങ്ങൾ നിശ്ചയിച്ചതിന്റെ പകുതി നിങ്ങൾ നൽകേണ്ടതാണ്. അവർ ഭാര്യമാർ വിട്ടുവീഴ്ച ചെയ്യുന്നുവെങ്കിലല്ലാതെ. അല്ലെങ്കിൽ വിവാഹക്കരാർ കൈവശം വെച്ചിരിക്കുന്നവൻ ഭർത്താവ് മഹർ പൂർണ്ണമായി നൽകിക്കൊണ്ട് വിട്ടുവീഴ്ച ചെയ്യുന്നുവെങ്കിലല്ലാതെ. എന്നാൽ ഭർത്താക്കന്മാരെ നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുന്നതാണ് ധർമ്മനിഷ്ഠക്ക് കൂടുതൽ യോജിച്ചത്. നിങ്ങൾ അന്യോന്യം ഔദാര്യം കാണിക്കരുത്. നിങ്ങൾ അന്യോന്യം ഔദാര്യം കാണിക്കാൻ മറക്കരുത്. തീർച്ചയായും നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം അള്ളാഹു കണ്ടറിയുന്നവനാകുന്നു. പ്രാർത്ഥനകൾ അഥവാ നമസ്കാരങ്ങൾ നിങ്ങൾ സൂക്ഷ്മതയോടെ നിർവഹിച്ചു പോരേണ്ടതാണ്. പ്രത്യേകിച്ചും ഉത്കൃഷ്ടമായ നമസ്കാരം അള്ളാഹുവിന്റെ മുമ്പിൽ ഭയഭക്തിയോടുകൂടി നിന്നുകൊണ്ടാകണം നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്.
ഇവിടെ ഉത്കൃഷ്ടമായ നമസ്കാരം എന്ന് പറയുന്നത് അസ്ര നമസ്കാരത്തിനെയാണ്. ആളുകളെ പെട്ടെന്ന് തന്നെ ഒഴിവ് കഴിവിൽ പെട്ടുന്ന ഒരു നമസ്കാരമാണത്. അത് പെട്ടെന്ന് തന്നെ സമയം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു നമസ്കാരം കൂടിയാണ്. നമ്മള് പുറത്ത് എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോയി കഴിഞ്ഞാൽ വേഗതയിൽ ഓടിപ്പോകുന്ന ഒരു സമയമാണ് അസറിനും മഗ്‌രിബിനും ഇടയിലുള്ള സമയം. അപ്പൊ അതുകൊണ്ട് തന്നെ നമസ്കാരത്തില് അവിടെ വീഴ്ച വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഖളായി പോകാൻ, അതായത് ആ നമസ്കാരം പാഴായി പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ നമസ്കാരത്തെ നമ്മൾ കൂടുതൽ സൂക്ഷ്മത കാണിക്കണം എന്നാണ് പറയുന്നത്. ഇല്ല. നിങ്ങൾ ശത്രുവിന്റെ ആക്രമണം ഭയപ്പെടുകയാണെങ്കിൽ കാൽനടയായോ വാഹനങ്ങളിലായോ നിങ്ങൾക്ക് നമസ്കരിക്കാം. എന്നാൽ നിങ്ങൾ സുരക്ഷിതാവസ്ഥയിലായാൽ നിങ്ങൾക്ക് അറിവില്ലാതിരുന്നത് അള്ളാഹു പഠിപ്പിച്ചു തന്ന പ്രകാരം നിങ്ങൾ അവനെ സ്മരിക്കേണ്ടതാണ്. നിങ്ങളിൽ നിന്ന് ഭാര്യമാരെ വിട്ടേച്ചുകൊണ്ട് മരണപ്പെടുന്നവർ തങ്ങളുടെ ഭാര്യമാർക്ക് ഒരു കൊല്ലത്തേക്ക് വീട്ടിൽ നിന്ന് പുറത്താകാതെ ജീവിത വിഭവം നൽകാൻ വസിയത്ത് ചെയ്യേണ്ടതാണ്. എന്നാൽ അവർ സ്വയം പുറത്തു പോകുന്ന പക്ഷം തങ്ങളുടെ സ്വന്തം കാര്യത്തിൽ മര്യാദയനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നതിൽ നിങ്ങൾക്ക് കുറ്റമില്ല. അള്ളാഹു പ്രതാപവാനും സൂക്ഷ്മജ്ഞാനമുള്ളവനുമാകുന്നു. വിവാഹമോചിതരായ സ്ത്രീകൾക്ക് ന്യായപ്രകാരം എന്തെങ്കിലും ജീവിത വിഭവമായി നൽകേണ്ടതാണ്. ഭയഭക്തിയുള്ളവർക്ക് അതൊരു ബാധ്യതയത്രേ. നിങ്ങൾ ഗ്രഹിക്കുന്നതിനു വേണ്ടി അപ്രകാരം അള്ളാഹു അവന്റെ തെളിവുകൾ വിവരിച്ചു തരുന്നു. ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടായിട്ടും മരണഭയം കൊണ്ട് സ്വന്തം വീട് വിട്ട് ഇറങ്ങിപ്പോയ ഒരു ജനതയെപ്പറ്റി നീ അറിഞ്ഞിട്ടില്ലേ? അപ്പോൾ അള്ളാഹു അവരോട് പറഞ്ഞു, നിങ്ങൾ മരിച്ചുകൊള്ളുക. പിന്നീട് അള്ളാഹു അവർക്ക് ജീവൻ നൽകി. തീർച്ചയായും അള്ളാഹു മനുഷ്യരോട് ഔദാര്യം കാണിക്കുന്നവനാകുന്നു. പക്ഷെ മനുഷ്യരിൽ അധിക പേരും നന്ദി കാണിക്കുന്നില്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്യുക. അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. അള്ളാഹുവിന് ഉത്തമമായ കടം നൽകുന്നവൻ ആരുണ്ട്? എങ്കിൽ അള്ളാഹു അത് അവന് അനേകം ഇരട്ടിയായി വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാണ്. ധനം പിടിച്ചു വെക്കുന്നതും വിട്ടുകൊടുക്കുന്നതും അള്ളാഹു ആകുന്നു. അവങ്കലേക്ക് തന്നെയാകുന്നു നിങ്ങൾ മടക്കപ്പെടുന്നതും. മൂസയ്ക്ക് ശേഷം ഉണ്ടായിരുന്ന ചില ഇസ്രായേലി പ്രമുഖർ തങ്ങളുടെ പ്രവാചകനോട്, തങ്ങൾക്കൊരു രാജാവിനെ നിയോഗിച്ചു തരൂ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞ സന്ദർഭം നീ അറിഞ്ഞില്ലേ? അദ്ദേഹം പ്രവാചകൻ ചോദിച്ചു, നിങ്ങൾക്ക് യുദ്ധത്തിന് കൽപ്പന കിട്ടിയാൽ നിങ്ങൾ യുദ്ധം ചെയ്യാതിരിക്കുന്നേക്കുമോ? അവർ പറഞ്ഞു, ഞങ്ങളുടെ താമസ സ്ഥലങ്ങളിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾ പുറന്തള്ളപ്പെട്ട സ്ഥിതിക്ക് ഞങ്ങൾക്ക് എങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാതിരിക്കാൻ കഴിയും? എന്നാൽ അവർക്ക് യുദ്ധത്തിന് കൽപ്പന നൽകപ്പെട്ടപ്പോഴാകട്ടെ അവരിൽ അല്പം പേരൊഴിച്ച് എല്ലാവരും പിന്മാറുകയാണ് ഉണ്ടായത്. അള്ളാഹു അക്രമകാരികളെ പറ്റി നല്ലവണ്ണം അറിയുന്നവനാകുന്നു. ഇവിടെ നമ്മൾ അള്ളാഹുവിന് വേണ്ടിയിട്ട് ചിലപ്പോഴൊക്കെ നമ്മള് സത്യം ചെയ്യാറുണ്ട്. അള്ളാഹുവിന് വേണ്ടിയിട്ട് പൂർണ്ണമായിട്ട് കീഴൊതുങ്ങും, ഞാൻ അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കും എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ നമുക്കൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ, അള്ളാഹുവിന് പൂർണ്ണമായിട്ട് കീഴ്പ്പെടേണ്ട ഒരു അവസ്ഥ നമുക്ക് വന്നു കഴിഞ്ഞാൽ പല ആളുകളും അതിൽ നിന്ന് പിന്മാറിക്കളയാറാണ് പതിവ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അല്പം ചിലരോട് ഒഴിച്ച് ബാക്കിയുള്ളവര് അള്ളാഹു കൽപ്പന നൽകുമ്പോൾ പിന്മാറുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ ആവാതിരിക്കാൻ നമ്മൾ എപ്പോഴും പരിശ്രമിക്കണം. അവരോട് അവരുടെ പ്രവാചകൻ പറഞ്ഞു, അള്ളാഹു നിങ്ങൾക്ക് താലൂത്തിനെ രാജാവായി നിയോഗിച്ചു തന്നിരിക്കുന്നു. അവർ പറഞ്ഞു, അയാൾക്ക് എങ്ങനെ ഞങ്ങളുടെ രാജാവാകാൻ പറ്റും? രാജാധികാരത്തിന് അയാളെക്കാൾ കൂടുതൽ അർഹതയുള്ളത് ഞങ്ങൾക്കാണല്ലോ. അയാൾ സാമ്പത്തിക സമൃദ്ധി ലഭിച്ച ആളുമല്ലല്ലോ. അദ്ദേഹം പ്രവാചകൻ പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തെ നിങ്ങളെക്കാൾ ഉത്കൃഷ്ടനായി തെരഞ്ഞെടുത്തിരിക്കുന്നു. കൂടുതൽ വിപുലമായ ജ്ഞാനവും ശാരീരിക ശക്തിയും നൽകുകയും ചെയ്തിരിക്കുന്നു. അള്ളാഹു അവന്റെ വകയായുള്ള ആധിപത്യം അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കുന്നു. അള്ളാഹു വിപുലമായ കഴിവുള്ളവനും എല്ലാം അറിയുന്നവനുമാകുന്നു. അവരോട് അവരുടെ പ്രവാചകൻ പറഞ്ഞു, താലൂത്തിന്റെ രാജാധികാരത്തിനുള്ള തെളിവ് ആ പെട്ടി നിങ്ങളുടെ അടുത്ത് വന്നെത്തുക എന്നുള്ളതാണ്. അതിൽ നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള മനഃശാന്തിയും മൂസയുടെയും ഹാറൂന്റെയും കുടുംബങ്ങൾ വിട്ടേച്ചുപോയ അവശിഷ്ടങ്ങളുമുണ്ട്. മലക്കുകൾ അത് വഹിച്ചു കൊണ്ടുവരുന്നതാണ്. നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിസ്സംശയം നിങ്ങൾക്കതിൽ മഹത്തായ ദൃഷ്ടാന്തമുണ്ട്. മൂസ അലൈഹി ഇസ്ലാമിന് ശേഷം കാലഘട്ടങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഈ യുദ്ധം നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആളുകൾക്ക് അതിലൊരു വിശ്വാസക്കുറവ്, ഇത്രയും വലിയൊരു രാജാവിനെതിരെ യുദ്ധം ചെയ്യാൻ പോയാൽ വിജയിക്കുമോ എന്നുള്ള വിശ്വാസക്കുറവ് വന്നപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസത്തെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് മൂസ അലൈഹി ഇസ്ലാം മരണപ്പെട്ടു പോയപ്പം അദ്ദേഹം വിട്ടേച്ചു പോയ വസ്തുക്കളെ മലക്കുകൾ വഴി അത് എത്തിച്ചു കൊടുത്തു എന്നുള്ളതാണ് പറയുന്നത്. മലക്കുകളാണ് അത് വഹിച്ചു കൊണ്ടുവന്നത്. അങ്ങനെയാണ് അവരിലെ വിശ്വാസം അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയെടുത്തത്. എന്നാൽ എന്നിട്ടും അതിൽ നിന്ന് പലരും അതിൽ നിന്ന് പിന്മാറിക്കളഞ്ഞു എന്നുള്ളതാണ്.
അങ്ങനെ സൈന്യവുമായി പുറപ്പെട്ടപ്പോൾ താലൂത്ത് പറഞ്ഞു, അള്ളാഹു ഒരു നദി മുഖേന നിങ്ങളെ പരീക്ഷിക്കുന്നതാണ്. അപ്പോൾ ആർ അതിൽ നിന്ന് കുടിച്ചുവോ അവർ എന്റെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. ആരത് രുചിച്ചു നോക്കാതിരുന്നുവോ അവർ എന്റെ കൂട്ടത്തിൽപ്പെട്ടവനാകുന്നു. എന്നാൽ തന്റെ കൈകൾ കൊണ്ട് ഒരിക്കൽ മാത്രം കോരിയവൻ ഇതിൽ നിന്ന് ഒഴിവാണ്. അവരിൽ നിന്ന് ചുരുക്കം പേരൊഴിച്ച് അതിൽ നിന്ന് കുടിച്ചു. അങ്ങനെ അദ്ദേഹവും കൂടെയുള്ള വിശ്വാസികളും ആ നദി കടന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ജാലൂത്തിനെയും അവന്റെ സൈന്യങ്ങളെയും നേരിടാൻ മാത്രമുള്ള കഴിവ് ഇന്ന് നമുക്കില്ല. ഞങ്ങൾ അള്ളാഹുവുമായി കണ്ടുമുട്ടേണ്ടവരാണെന്ന് വിചാരമുള്ളവർ പറഞ്ഞു, എത്രയെത്ര ചെറിയ സംഘങ്ങളെയാണ് അള്ളാഹുവിന്റെ അനുമതിയോട് കൂടി വലിയ സംഘങ്ങളെ കീഴ്പ്പെടുത്തിയിട്ടുള്ളത്. അള്ളാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാകുന്നു. അങ്ങനെ അവർ ജാലൂത്തിനും സൈന്യങ്ങൾക്കുമെതിരെ പോരിനിറങ്ങിയപ്പോൾ അവർ പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ നാഥ, ഞങ്ങളുടെ മേൽ നീ ക്ഷമ ചൊരിഞ്ഞു തരികയും ഞങ്ങളുടെ പാദങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തുകയും സത്യനിഷേധികളായ ജനതയ്ക്കെതിരെ ഞങ്ങളെ നീ സഹായിക്കുകയും ചെയ്യണമേ. റബ്ബനാ അഫ്രി അലൈനാ സബ്റൻ വസബ്ബിത് അഖ്ദാമനാ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. അങ്ങനെ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം അവരെ ശത്രുക്കളെ അവർ പരാജയപ്പെടുത്തി. ദാവൂദ് ആ ജാലൂത്തിനെ കൊലപ്പെടുത്തി. അദ്ദേഹത്തിന് അള്ളാഹു ആധിപത്യവും ജ്ഞാനവും നൽകുകയും താൻ ഉദ്ദേശിക്കുന്ന പലതും പഠിപ്പിക്കുകയും ചെയ്തു. മനുഷ്യരിൽ ചിലരെ മറ്റു ചിലർ മുഖേന അള്ളാഹു തടുക്കാനില്ലായിരുന്നുവെങ്കിൽ ഭൂലോകം കുഴപ്പത്തിലാകുമായിരുന്നു. പക്ഷെ അള്ളാഹു ലോകരോട് വളരെ ഉദാരനത്തിന്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാകുന്നു അവയൊക്കെ. സത്യപ്രകാശനം നിനക്ക് നാം അവ കേൾപ്പിച്ചു തരുന്നു. തീർച്ചയായും നീ നമ്മുടെ ദൗത്യവുമായി നിയോഗിക്കപ്പെട്ടവരിൽ ഒരാളാകുന്നു. അൽഹംദുലില്ലാഹ് റബ്ബുൽ ആലമീൻ. ഇത്രയും ഭാഗമാണ് ഈ ഒരു അര ജുസിലുള്ളത്. നമ്മളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ ദൃഷ്ടാന്തവുമായി ദൗത്യവുമായി നിയോഗിക്കപ്പെട്ടവരാണ് നമ്മളെല്ലാവരും. നമ്മള് പ്രവാചകന്മാരല്ല, പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഒരുപാട് സമൂഹങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് അല്ലെ. നമ്മുടെ കുടുംബങ്ങളാണെങ്കിലും നമ്മുടെ ബന്ധുമിത്രാദികളാണെങ്കിലും നമ്മുടെ ജീവിതങ്ങളാണെങ്കിലും ഒക്കെ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങളാണ്. അവരുടെ കൂടെ നിൽക്കുന്ന ഒരാളാണ് നമ്മള്. അപ്പൊ നമ്മുടെ ദൗത്യം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് തന്നെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. മറ്റുള്ളവർക്ക് നേർവഴി കാണിച്ചു കൊടുക്കാനും അള്ളാഹുവെ കുറിച്ചുള്ള അറിവ് എത്തിച്ചു കൊടുക്കാനും അതനുസരിച്ച് ജീവിക്കാനും വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചു നോക്കുക, ഞാൻ എത്രത്തോളം അതിന് അർഹത ഉണ്ടായിട്ടുണ്ട് എനിക്ക് എന്നുള്ളത്. ഞാൻ എത്രത്തോളം അതിന് പൂർണ്ണമായിട്ടും ഞാൻ അതിന് കീഴൊതുങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. എന്റെ മനസ്സ് എത്രത്തോളം നൈർമല്യമാണ് എന്നുള്ളത്. ഇപ്പോഴും നമ്മളിൽ പലരും നമ്മുടെ കുടുംബ മഹിമയും കുടുംബ പാരമ്പര്യവും ഒക്കെ പറഞ്ഞ് നമ്മള് ഊറ്റം കൊള്ളുന്നവരാണ് അല്ലെ. നമ്മളെ പലരും ആളുകളും നമ്മുടെ കുടുംബത്തിനെ പറ്റി പറയുമ്പോ, ഞാൻ ഇന്ന കുടുംബത്തിലുള്ളതാണ്, ഞാൻ ആ കുടുംബത്തിലുള്ളതാണ്. നമ്മൾ കുടുംബ മഹിമകൾ കൊണ്ട് നമ്മൾ ഊറ്റം കൊള്ളുന്നവരാണ്. അല്ലെങ്കിൽ ഇന്ന പിതാവിന്റെ പങ്കളാണ്, ഇല്ലെങ്കിൽ ഇന്ന മാതാവിന്റെ മകളാണ് എന്നൊക്കെ പറയാനും നമ്മള് ഏറ്റവും കൂടുതൽ അഭിമാനം കൊള്ളാറുണ്ട്. ഒരു സമൂഹത്തിന്റെ കൂടെ കൂടിയാല്, ഒരു സമൂഹത്തിൽ മുന്നിലെത്തിച്ചേർന്നാല് എത്രത്തോളം നമ്മൾ പറയാറുണ്ട്, ഞാൻ എൻ്റെ അള്ളാഹുവിന്റെ ഏറ്റവും നല്ല അടിമയാകുന്നു. അള്ളാഹു എന്നെ നിയോഗിച്ചതാണ് അവന്റെ ദീൻ എത്തിച്ചു കൊടുക്കാന്, അവനക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാന്, അവനക്ക് കീഴൊതുങ്ങിക്കൊണ്ട് ജീവിക്കാന് ഞാൻ നിയോഗിക്കപ്പെട്ടവളാണ് എന്നുള്ളത് നമ്മളിൽ എത്ര ആളുകൾ പറയാറുണ്ട്. നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചു നോക്കുക, നമ്മൾ എത്രത്തോളം അതിന് നിയോഗിക്കപ്പെടാനും നമ്മൾ എത്രത്തോളം അർഹതയുണ്ട് എന്നുള്ളത്. നമുക്ക് അർഹതയുണ്ടെങ്കിലേ നമുക്കത് ആ സ്ഥാനം നമുക്ക് ലഭിച്ചാലും നമുക്കത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് ഖുർആനിൽ പറഞ്ഞു എന്നതിന്റെ കാരണം കൊണ്ട് എല്ലാവരും അള്ളാഹുവിന്റെ ദൂതന്മാരാവില്ല അല്ലെ. അള്ളാഹുവിന്റെ ദൂതന്മാരാവണമെങ്കിൽ നമ്മൾ അതനുസരിച്ച് പ്രവർത്തിക്കുക കൂടി ചെയ്യുമ്പോഴേ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ അർത്ഥത്തിലേക്ക്, ആ ആശയത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ജീവിത പരീക്ഷണങ്ങളിലൊക്കെ നമ്മൾ പെടാറുണ്ട്. നമ്മുടെ ജീവിത പരീക്ഷണങ്ങളിൽ നമ്മൾ നടന്നു പോകാറുണ്ട്. നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലാണെങ്കിലും കുടുംബ ജീവിതത്തിലാണെങ്കിലും പല പരീക്ഷണങ്ങളിലൂടെ സ്ത്രീകളായ നമ്മൾ കടന്നു പോകാറുണ്ട്. അപ്പോഴൊക്കെ ഏത് രീതിയിൽ വേണം നമ്മൾ മുന്നോട്ട് പോകാൻ എന്നുള്ളതാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. നമ്മൾ വിവാഹമോചനങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ അവനിൽ നിന്ന് കിട്ടാനുള്ള ആ ഒരു വിഭവങ്ങള്, ആ വിഭവത്തിന് വേണ്ടിയിട്ട് നമ്മൾ വഴക്കടിക്കാറുണ്ട്, നമ്മൾ തർക്കിക്കാറുണ്ട്, നമ്മൾ കേസുകളൊക്കെ കൊടുക്കാറൊക്കെ ഉണ്ട് അല്ലെ. പക്ഷെ അത് അർഹതപ്പെട്ടതാണെങ്കിൽ മാത്രമേ അത് നമുക്ക് കിട്ടിയിട്ട് കാര്യമുള്ളൂ. ഒരാളെ പ്രയാസപ്പെടുത്തിക്കൊണ്ട് നമ്മളത് നേടിയെടുത്താലും നമ്മൾ വയറുകളിൽ നിറയ്ക്കുന്നത് നരകാഗ്നി മാത്രമാണ്. നമുക്ക് അർഹതപ്പെടാത്തതാണ് നമ്മളിലേക്ക് വന്നു ചേർന്നത് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിന്റെ ബാക്കിയുള്ള ഭാഗം മുഴുവനും എന്താണ്, അത് ഹറാമാണ് നമ്മള് വയറുകളിൽ നിറയ്ക്കുന്നത്.
അവൻക്കത് ഹലാലാണെങ്കിൽ പോലും അവൾക്കത് ഹറാമാണ് അവൾ വയറുകളിൽ നിറച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വാശിയും വൈരാഗ്യം കൊണ്ട് കുടുംബജീവിതങ്ങളിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുമ്പം അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ ഞാനത് എങ്ങനെ അതിന് ഉത്തരം പറയും എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ കുടുംബങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സമാധാനം നൽകുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതിനേക്കാൾ ഉപരി നമ്മൾ ഇനി പ്രയാസത്തിൽപ്പെട്ട് നമ്മളെ വിവാഹമോചനത്തിലേക്ക് എത്തിച്ചേർന്നിട്ടവരാണെന്നുണ്ടെങ്കിൽ നമുക്കുള്ള വിഭവങ്ങളും അവൻക്കുള്ള വിഭവങ്ങളും രണ്ടും രണ്ടാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ഒരടിമയെയും അവന്റെ വിഭവങ്ങൾ നൽകാതെ പറഞ്ഞയച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കുള്ള വിഭവത്തില് എന്റെ ഭർത്താവിനുള്ള വിഭവത്തില് ഞാനോ അല്ല കാരണം. രണ്ടുപേർക്കും നൽകുന്നത് ഒരേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അവരവർക്കുള്ള ജീവിത വിഭവങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ പേരിൽ നമ്മൾ എന്താവേണ്ടതില്ല, നമ്മള് ഭയപ്പെടേണ്ടതില്ല നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നതിന് എന്നുള്ളതാണ്. അള്ളാഹുൽ തവക്കലാക്കി കഴിഞ്ഞാല് അവനവന്റെ അടിമകൾക്ക് വേണ്ടത് നൽകുക തന്നെ ചെയ്യും. അവന്റെ അടിമകൾക്കുള്ള ജീവിത വിഭവങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരവർക്ക് തന്നെയാണ് ഇറക്കി കൊടുക്കുന്നത്. അതിന്റെ പേരിൽ മറ്റൊരാളെ പ്രയാസപ്പെടുത്തുകയോ അല്ലെങ്കിൽ മറ്റൊരാളെ നമ്മളെ പ്രയാസപ്പെടുത്താൻ അനുവദിക്കുകയോ ചെയ്യേണ്ടതില്ല എന്നുള്ളത് കൂടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. رب ارحمهما كما ربياني صغيرا رب ارحمهما كما ربياني صغيرا رب ارحمهما كما ربياني صغيرا. رب هب لي من الصالحين رب هب لي من الصالحين رب هب لي من الصالحين رب هب لي من لدنك ذرية طيبة إنك سميع الدعاء. يا غني الله أغنني بفضلك من سواك ربي أنزلني منزلا مباركا أنت خير المنزلين. اللهم يسر ولا تعسر وتمم بالخير. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحسن إذا شئت سهلا. ربي أنزلني منزلا مباركا أنت خير المنزلين. اللهم يسر ولا تعسر وتمم بالخير. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحسن إذا شئت سهلا. اللهم إنا نسألك جنات الفردوس الأعلى. اللهم إنا نسألك جنات الفردوس الأعلى. اللهم إنا نسألك جنات الفردوس الأعلى. ربي إني أنزلت إلي من خير فقير. اللهم إنا نسألك جنات الفردوس الأعلى. ربنا آتنا من لدنك رحمة وهب لنا من أمرنا رشدا. رب اشرح لي صدري ويسر لي أمري. അള്ളാഹുവെ ഞങ്ങളുടെ ജീവിത വിഭവങ്ങളിൽ നിന്ന് അള്ളാഹുവെ ഞങ്ങൾക്ക് റഹ്മത്തും ബർക്കത്തും ഐശ്വര്യം നൽകുകയും അള്ളാഹുവെ നീ തൃപ്തിപ്പെട്ട രീതിയിൽ അത് വിനിയോഗിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. അള്ളാഹുവെ ഞങ്ങളുടെ ജീവിത വിഭവങ്ങളെ നീ വിശാലമാക്കി തരികയും ഞങ്ങളുടെ കുടുംബങ്ങളിലും ഞങ്ങളുടെ ബന്ധുമിത്രാദികളും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങളെ നീ നീക്കി കൊടുക്കുകയും ലോകത്ത് പെരുലോകത്ത് വിജയം വരിച്ച ഉത്തമരാടിമകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അള്ളാഹുവെ നീ പൂർണ്ണമായി പൂർത്തിയാക്കി തരണമേ. നിന്റെ മുന്നിലല്ലാതെ മറ്റാരുടെ മുന്നിൽ കൈ നീട്ടാത്ത വിധം അള്ളാഹുവെ ഞങ്ങളുടെ ജീവിത വിഭവങ്ങളെ അള്ളാഹുവെ ഞങ്ങളുടെ കൈകളിൽ നൽകുകയും അത് ഏറ്റവും ഉത്തമമായ രീതിയിൽ നിനക്ക് തൃപ്തിപ്പെട്ട രീതിയിൽ വിനിയോഗിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. അള്ളാഹു ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നീ നീക്കി കൊടുക്കണമേ. യാ റഹ്മാൻ റഹീമിനായ അള്ളാഹു കുടുംബ ബന്ധങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങളെ നീ നീക്കി കളയണമേ. അള്ളാഹുവെ നിന്റെ പരീക്ഷണങ്ങൾ ഇറങ്ങുന്ന സമയത്ത് അള്ളാഹുവെ അത് പൂർണ്ണമായും നിനക്ക് തൃപ്തിപ്പെട്ട രീതിയിൽ തന്നെ ആ പരീക്ഷണത്തിൽ വിജയിക്കുവാനുള്ള തൗഫീക്കും ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ റഹീമിനായ അള്ളാഹുവെ കുടുംബ ബന്ധങ്ങളിൽ സന്തോഷവും സുഖവും സമാധാനവും സംതൃപ്തിയും നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളിൽ വരുന്ന വീഴ്ചകൾ അള്ളാഹുവെ നീ പുറത്തു മാപ്പാക്കി തരണമേ. യാ റഹ്മാൻ റഹീമിനായ അള്ളാഹുവെ കുടുംബ ബന്ധങ്ങളിൽ അള്ളാഹുവെ വിള്ളലുകൾ ഉണ്ടായവർക്ക് അള്ളാഹുവെ അവരുടെ വിള്ളലുകളെ അള്ളാഹു നീക്കി അവരുടെ സമാധാനം നൽകുകയും അവർക്കിടയിൽ അള്ളാഹുവെ ഐക്യം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അള്ളാഹുവെ മവദ്ദത്തും മർഹമത്തും അള്ളാഹുവെ നീ ഞങ്ങൾക്കും അവർക്കും നീ നൽകി അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ റഹീമിനെ അള്ളാഹുവെ ഹജ്ജിന് വരാൻ അള്ളാഹുവെ ഞങ്ങൾക്ക് നിന്റെ ഭവനത്തിൽ വന്ന് സുജൂദ് ചെയ്യാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ. അള്ളാഹുവെ അത് തൃപ്തിപ്പെട്ട് സ്വീകരിക്കുകയും ലോകത്തും പരലോകത്തും വിജയം വരിച്ച ഉത്തമരാടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. യാ റഹ്മാൻ റഹീമിനെ അള്ളാഹുവെ നിന്റെ ഭവനത്തിലേക്ക് വരാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഹജ്ജിന് വരാൻ അള്ളാഹുവെ വഴി തുറന്നു തരാൻ കാത്തിരിക്കുന്നവർക്ക് അള്ളാഹുവെ നീ വഴി തുറന്നു കൊടുക്കുകയും അവരുടെ സമയങ്ങളെ അള്ളാഹുവെ നീ സന്തോഷത്തിലാക്കി കൊടുക്കുകയും അള്ളാഹു തഖ്വ പാലിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. യാ റഹ്മാൻ റഹീമിനെ അള്ളാഹുവെ ലോകത്തും പരലോകത്തും വിജയം വരിച്ച ഉത്തമരാടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ഞങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞവർക്ക് അള്ളാഹുവെ മർഹമത്തും മഗ്ഫിറത്തും നൽകി അനുഗ്രഹിക്കുകയും സ്വർഗത്തിൽ ജന്നാത്തിൽ ഫിർദൗസിലായ അലയിൽ അള്ളാഹുവെ ഞങ്ങളെ അവരെ ഒരുമിച്ച് ചേർക്കുകയും സ്വർഗത്തിന്റെ ഉന്നതിയിൽ അള്ളാഹുവെ ഞങ്ങൾക്ക് ഉത്തമമായ മാന്യമായ സ്ഥാനം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. നിന്നെ കൺകുളിർക്ക് കണ്ടുമുട്ടാനും ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തുകളുടെ കൂടെ ഒരുമിച്ച് ചേരാനും
അള്ളാഹുയെ സ്വർഗത്തിന്റെ ഉന്നതിയിൽ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ റഹീമീൻ അള്ളാഹുവെ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما رب ارحمهما كما ربياني صغيرا رب ارحمهما كما ربياني صغيرا رب ارحمهما كما ربياني صغيرا ربي هب لي من الصالحين ربي هب لي من الصالحين ربي هب لي من الصالحين سبحان الله الحمد لله لا إله إلا الله الله أكبر ولا حول ولا قوة إلا بالله اللهم اغفر لي وارحمني واجبرني وارفعني وارزقني وعدني وعافني آمين يا رب العالمين اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحسنة إذا شئت سهلا آمين 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 برحمتك يا أرحم الراحمين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربي انزلني منزلا مباركا أنت خير المنزلين آمين يا رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك الحمد لله رب العالمين اللهم صل وسلم على نبينا محمد حمدا كثيرا طيبا مباركا فيه الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. جزاك الله خير. وعليكم السلام ورحمة الله وبركاته.